കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയാണ്. ദേവദാസന് ഓർപ്പിച്ചു, കാഞ്ഞിരംകവല സഭയിലെ ദേവദാസൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊന്ന് നോക്കി കണ്ടു, ഒന്ന് പ്രാർത്ഥിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. നല്ല വാക്കുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെയാണ് ഈ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അവസ്ഥകളെ കുറിച്ച് കേട്ടു, തീ വെച്ച് ചുട്ടുകിടന്ന ഒരു അനുഭവത്തെ കുറിച്ച് കേട്ടു. ഇതിന്റെ പിൻപിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ അഭിഷക്തനെ ഇവിടേക്ക് അയച്ചു. അശ്രാന്തമായിട്ടുള്ള അക്ഷീണമായിട്ടുള്ള ഒരുമിച്ചുള്ള പരിശ്രമം, ആമീൻ, അത് മുഖാന്തരം മനോഹരമായിട്ടുള്ള ഈ ആലയത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഇത്രത്തോളം കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം വരുമ്പോൾ നമുക്കറിയാം, നെഹമ്യാവ് 1-ാം അധ്യായത്തിൽ മനസ്സ് കലങ്ങി കരയുകയാണ്, ഉപവസിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ച് ഐക്യതയോടെ ആലോചിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ അറ്റകുറ്റത്തിന് വേണ്ടി പണി ആരംഭിക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അതിനകത്തിൽ അവിടെ കാണുന്ന കലക്കം വരുത്തുന്ന ചിലർ എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. എന്നാൽ ദൈവമക്കൾ ഒന്നിച്ചു പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിക്കും, അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇന്ന് പകൽ കേട്ടോ ദൈവമക്കളെ, സ്തോത്രം. ഒന്നിച്ചുള്ളതിനേക്കാൾ വലുതാണ് ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഐക്യതയുടെ മുൻപിൽ കെടാത്ത അന്ധകാരമില്ല, പ്രാർത്ഥനയുടെ മുമ്പിൽ ജനിക്കപ്പെടാത്ത ശക്തി ഒന്നുമില്ല. എല്ലാം അതിൻ്റെതായ നിലകളിൽ തകരുവാണ്. ഐക്യതയും ഒരു മനസ്സും ഒന്നിച്ചുള്ള കൂട്ടായ്മ ചേർത്ത് കോർത്ത് കൊണ്ടുപോകുവാൻ കൃപയുള്ള ഒരു അഭിഷക്തനുണ്ടെങ്കിൽ ദൈവജനം അദ്ദേഹത്തോട് ഒന്നിച്ചു നിൽക്കും. വലിയ അന്നസംഖ്യയുടെ പെരുപ്പമല്ല ഇവിടെ വിഷയം, ഐക്യതയുടെ വലിപ്പമാണ് ഇവിടെ വിഷയം. കരങ്ങളിലേക്ക് സ്തോത്രം ചെയ്തേ. 4-8 കലക്കാൻ ജനം എഴുന്നേറ്റെങ്കിൽ 4-14 ഉറപ്പിക്കുന്ന നെഹമ്യാവ് എഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. 6-1 പറയുന്നു, സ്തോത്രം. എന്ത് ചെയ്തു? അവിടെ മതില് 7-1 കട്ടളയും ജനലും വെച്ചു. തീ വെച്ചതിന്റെ അറ്റകുറ്റം മാറ്റി. ഈ കർത്താവിന്റെ വരവോളം അറ്റകുറ്റം നടന്നുകൊണ്ടേയിരിക്കും. ഇടക്കാലത്തിന് വേണ്ടി ദൈവദാസൻ ബോവസ് മാസ്റ്ററെയും കുടുംബത്തെയും കർത്താവ് ഈ ദേശത്തെ അറ്റകുറ്റം പണിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇനിയും ദൈവത്താൽ അയക്കുന്നവരിൽ കൂടി ഈ അറ്റകുറ്റം ഇതിലും വലുതാക്കും. കർത്താവിന്റെ വരവോളം പണി നടക്കും. ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എണ്ണത്തിൽ ചുരുക്കമാണ് ഞാൻ അവരെ കണ്ടത്. പറയാതിരിക്കാൻ കഴിയത്തില്ല. പകൽ മുഴുവനും അവർ പൈസയ്ക്ക് വേണ്ടി പുറത്തു പോയി അധ്വാനിക്കും. ആ പൈസ ഈ ആലയത്തിന് വേണ്ടി ചെലവഴിച്ച് രാത്രി മുഴുവനും ഇവിടെ ശരീരം കൊണ്ട് നഷ്ടപ്പെടും. അവർ ഒന്നിച്ചു തിന്നു, കപ്പ പറിച്ച് പുഴുങ്ങി തിന്നു. സ്തോത്രം. ഞാൻ കാണുമ്പോൾ കപ്പ പറിച്ച് കോഴിയെ കൊണ്ടുവന്ന് അതിനകത്തിലേക്ക് ബിരിയാണി ഉണ്ടാക്കി. ഇവിടുത്തെ രീതിയിൽ എന്താണെന്ന് പറഞ്ഞാലും ഒന്നിച്ച് കഴിച്ചു, ഒന്നിച്ച് ഇവിടെ അധ്വാനിച്ചു. പെയിന്റ് അടിക്കുന്ന ഒരു കൂട്ടർ ഒരു ഭാഗത്ത്, സഹോദരിമാരെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുമിച്ച്. ഇവിടെ പ്രിയ അച്ചായന്റെ മകൾക്ക് ഒരു നല്ല ഗവൺമെന്റ് ജോലി ദൈവം കൊടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരം കർത്താവിന് വേണ്ടി ചലിച്ചാൽ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. കർത്താവ് ഈ സെന്ററിനെ മാനിക്കട്ടെ. ഒന്നിച്ച് നമുക്ക് നിൽക്കാം, ഐക്യതയോടെ നിൽക്കാം. പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ഒരുമിച്ച് ആശയവിനിമയങ്ങൾ നടത്താം. ഈ